ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത അത് തന്നെയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഗതിവിഗതികളെ മാറ്റിമറിക്കാൻ കെൽപ്പുള്ള പ്രചാരണ വിഷയങ്ങളിൽ ഒന്നാണ് നിശ്ചയമായും ശബരിമല സ്വർണ്ണക്കൊള്ള. അതിന്റെ അപ്ഡേറ്റ് എന്താണ്? CPM-നെ പ്രതിസന്ധിയിലാക്കുന്നത് N വാസുവിന്റെയും പത്മകുമാറിനെയും അറസ്റ്റ് ചെയ്ത് തന്നെയാണ്. പത്മകുമാറിനെ ചോദ്യം ചെയ്തു വരികയാണ്, കസ്റ്റഡിയിലാണുള്ളത്. ഇതിൽ ഇപ്പോൾ ഏറ്റവും വരുന്ന അപ്ഡേറ്റ്സ് തന്ത്രിമാർക്ക് കുരുക്കായി മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാറിന്റെ മൊഴി എന്നുള്ളതാണ്. നമുക്ക് ആ മൊഴിയുടെ വിശദാംശങ്ങൾ എങ്ങനെയൊക്കെയാണ് അത് CPM-നും അതുപോലെ തന്നെ തന്ത്രിക്കും കുരുക്കാവുന്നത് എന്നൊക്കെ നോക്കേണ്ടത്. നമുക്ക് അതിന്റെ നമുക്കൊപ്പം ചേരാൻ തിരുവനന്തപുരത്ത് നമ്മൾ എത്തുമ്പോൾ ഇനി വേറെ ഫ്രെയിമിൽ എടുക്കേണ്ട ആവശ്യമില്ല, കാരണം നമ്മൾ അവരിലേക്ക് എത്തിയിരിക്കുകയാണ്. ഷിജോ കുര്യൻ നമ്മോടൊപ്പം ഉണ്ട്. ഷിജോ, ഗുഡ് മോർണിംഗ്. എന്താണ് തിരുവനന്തപുരത്ത് ഞങ്ങൾ നിങ്ങളെ തേടി ഇവിടെ എത്തിയതാണ്. ഞങ്ങൾ അതിഥികളാണ്. അപ്പോൾ സ്വാഭാവികമായി യാത്രയുടെ ഒരു തുടക്കം കൂടിയാണ്. അപ്പൊ എങ്ങനെയാണ് നമുക്ക് ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു 20 സെക്കൻഡ് എങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് ഓളൊക്കെ? തെരഞ്ഞെടുപ്പ് അങ്ങേയറ്റം തകർത്ത് ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു, ഈ സ്ഥാനാർത്ഥികളെ കിട്ടാത്തൊരു പ്രശ്നമുണ്ട്. കാരണം രാവിലെ 7 മണി മുതൽ 8 മണി വരെ ഇവർ മുഴുവൻ വീട് കയറുകയാണ്. നമ്മൾ എത്ര വിളിച്ചാലും ഒരാൾ പോലും വരില്ല. പക്ഷേ പരമാവധി വരാൻ ശ്രമിക്കും. ഫോൺ പോലും എടുക്കാറില്ല. 8 മണിക്ക് ശേഷമാണെങ്കിൽ ഓക്കെ എന്നാണ് പറയുന്നത്. കാരണം ഇവർക്ക് രാവിലെ ആളുകളെ കാണുമല്ലോ. അതുകൊണ്ട് അങ്ങേയറ്റം കൊടുമ്പിരി കൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് വന്നിട്ട് എന്താ തോന്നുന്നു നിങ്ങൾക്ക്? തീർച്ചയായും ഞങ്ങൾ രാവിലെ 6 മണിക്ക് എത്തി. ആളുകൾ നടക്കാൻ പോകുന്ന ആളുകളൊക്കെ പൊളിറ്റിക്സ് സംസാരിച്ചുകൊണ്ട് പോകുന്നു. ഇലക്ഷന്റെ സംസാരം എല്ലായിടങ്ങളിലും ഉണ്ട്. രാവിലെ ഇതിനകത്ത് രസകരമായുണ്ട്. നമ്മുടെ ലൈവിലേക്ക് പോകുന്നതിന് മുമ്പ് നേരത്തെ ഒരാൾ പരിചയപ്പെട്ടു. എനിക്ക് 2 വാക്ക് പറയാനുണ്ട്. ഞാൻ ഒരു മ്യൂസിക് ഡയറക്ടറാണ്. സിനിമയിൽ കുറച്ച് വലിയ ആളെന്ന് സ്വയം പരിചയപ്പെടുത്തിയ ഒരാളാണ്. അപ്പോൾ അയാൾക്ക് രാഷ്ട്രീയമൊക്കെ താല്പര്യമുള്ളതാണ്. നമുക്ക് അയാളെ ഒന്ന് പോയിട്ട് ഇതിലേക്ക് വരുന്ന നല്ലതാണോ? ഈ നിൽക്കുന്ന ആളാണ്. ഒന്ന് നമുക്ക് ഇങ്ങോട്ട് വരാവുന്നതാണ്. നിശ്ചയമായും ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. പേരൊന്ന് പറയാമോ? മൈ നെയിം ഈസ് ഒഫീഷ്യൽ നെയിം പ്രമോദാണ്. സിനിമയിലെ പേര് രാഹുൽ ദേവ്. ഇവിടെ തിരുവനന്തപുരത്തുകാരനാണോ? അല്ല, ബേസിക്കലി കോട്ടയമാണ്. മൈ ഫാദർ വാസ് ഇൻ ട്രിവാൻഡ്രം, മൈ മദർ വാസ് ഇൻ കോട്ടയം. അപ്പോൾ ഇപ്പോൾ ഇവിടെ സെറ്റിൽഡ് ആണ്, ഇവിടുത്തെ വോട്ടറാണ്. ഞാൻ ആക്ച്വലി ഒരു മ്യൂസിക് ഡയറക്ടറാണെന്നാണ് പറഞ്ഞത്. രാവിലെ എനിക്ക് രാഷ്ട്രീയം പറയാനുണ്ട്, അങ്ങനെയൊക്കെ പറഞ്ഞ് ഇങ്ങോട്ട് വന്ന ഒരാളാണ്. ഞാൻ രാഷ്ട്രീയം എല്ലാവർക്കും ഉണ്ടല്ലോ അല്ലേ, മ്യൂസിക് ഡയറക്ടർ. അപ്പൊ എന്താണ് ഒരു തെരഞ്ഞെടുപ്പ് മുഖത്ത് നമ്മൾ നിൽക്കുമ്പോൾ എന്താണ് കാര്യം പറയാനുള്ളത്? ഞാൻ ബേസിക്കലി BJP ആണ്. ഞാൻ എന്തിനാ ഓപ്പണായിട്ട് പറഞ്ഞു ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിനു മുമ്പ് ഞാൻ മാർക്സിസ്റ്റ് പാർട്ടി നിന്നിട്ടുണ്ട്, കോൺഗ്രസിൽ നിന്നിട്ടുണ്ട്, RSPക്കകത്ത് നിന്നിട്ടുണ്ട്. പക്ഷേ BJP വന്നതിന് ശേഷം, മോദി സാർ വന്നതിന് ശേഷം ഒത്തിരി കാര്യം നല്ല കാര്യം ചെയ്തിട്ടുണ്ട്. പിന്നെ പാവങ്ങളെ സഹായിക്കണം, ആ ഒരു കൺസെപ്റ്റ് ആയിരിക്കുന്നത്. ആക്ച്വലി ഞാൻ ഇന്നുവരെ വോട്ട് ചെയ്തിട്ടില്ല. ഞാൻ ഐ വാസ് ഇൻ ദുബായ് ഇൻ 20 years there. ഞാൻ 90 വോട്ടുണ്ട്. ആക്ച്വലി ഇപ്രാവശ്യം ഞാൻ ചെയ്യും. ഞാൻ ഇനി പോകണം. ഞാൻ വേറെ ഫോം വിതരണമൊക്കെ ഏറെക്കുറെ കഴിഞ്ഞു. അത് ഡിജിറ്റലൈസ് ചെയ്ത് തുടങ്ങി. വേഗം ചെയ്തില്ലെങ്കിൽ വോട്ടർ പട്ടികയിൽ ഉണ്ടാവില്ല. ഒരു പാട്ട് ഞങ്ങൾക്ക് വേണം. ഞങ്ങളുടെ ഇന്ന് ഈ വോട്ട് യാത്രയുടെ തുടക്കം കൂടിയാണ്. അപ്പൊ ഒരു ചെറിയൊരു 2 വരി പാട്ടുകാരനല്ല, ഞാനൊരു പാട്ട് പാടാം. മാനത്ത് മാമന്റെ മളികയിൽ മാമുണ്ണാൻ പോരാമു നമുക്കിനി തുമ്പീവ, തുമ്പക്കുടത്തിൽ തുഞ്ചത്തായി ഊഞ്ഞാലിടാം, ആകാശ പൊന്നാനിനകളിൽ ആയത്തിൽ തൊട്ടേ വരാം, തുമ്പീവ തുമ്പക്കുടത്തിൽ തുഞ്ചത്തായി ഊഞ്ഞാലിടാം. എനിക്ക് പാട്ട് പറഞ്ഞു. പക്ഷേ നന്നായി, വളരെ നന്നായി. എല്ലാവിധ ആശംസകളും. എന്യൂമറേഷൻ ഫോമൊക്കെ എത്തിയോന്ന് അന്വേഷിക്കണം. എത്തിയാൻ അധികം സമയമല്ല, വേഗം വിട്ടോളൂ. അപ്പൊ ആദ്യത്തെ വോട്ട് ചെയ്യാൻ പോവുകയാണ്. ആശംസകൾ. ശരി, കാണാം. തിരുവനന്തപുരത്തിന്റെ പൊതുവിലുള്ള വൈബ് ഇനിയിപ്പോ നമ്മൾ